കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കോങ്ങാട് ഗവൺമെന്റ് UP സ്കൂൾ പ്രീ പ്രൈമറി ഹാളിൽ കുട്ടികളിലെ അലർജി പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ആരോഗ്യ അവബോധ ക്ലാസ് നടത്തി. കോങ്ങാട് ബോധി സീഡ് ക്ലബ്ബ്, നാഷണൽ ഗ്രീൻ ക്രോപ്സ്, കോങ്ങാട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ ഗവൺമെന്റ് UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികളിലെ അലർജി പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കോങ്ങാട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ശോഭ P, UP സ്കൂൾ അധ്യാപിക സുജാത M എന്നിവർ ക്ലാസ് എടുത്തു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാരുടെയും കംപ്ലൈന്റ് തന്നെയാണ്. വലിയ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ഈ മഞ്ഞാലം തുടങ്ങിയപ്പോൾ തൊട്ട് ചുമയാണ്. പല ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാവും, പല മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ചുമ മാറുന്നില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ കുട്ടികളുടെ അലർജി, ഇപ്പോൾ വലിയ ആൾക്കാർക്കും അലർജി ഉണ്ടാവുന്നുണ്ട്, കുട്ടികൾക്കും അലർജി ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ അലർജി, കുട്ടികളുടെ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു എക്സ്ട്രാ ഇമ്പോർട്ടൻസ് എന്താ എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, ടീച്ചർ ഓൾറെഡി പറയുകയും ചെയ്തു. നമ്മളൊരു 2 ദിവസം ചോദിച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ പോട്ടെ, 2 ദിവസം ചെറിയ ചുമയുണ്ട്, സാരല്ലേ നോക്കാം എന്ന് വിചാരിക്കും. ഒരു 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമൊക്കെ വരെ നമ്മൾ ചിലപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കും. പിന്നെയാണ് നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ കാണാനൊക്കെ പോകുള്ളൂ. നേരെ മറിച്ച് കുട്ടികളാവുമ്പോൾ വീട്ടിലൊരു കുട്ടി ചുമച്ചു തുടങ്ങിയാൽ 2 ചുമയിൽ നമ്മളൊന്ന് അലേർട്ടാവും, കുട്ടിക്ക് ചുമ തുടങ്ങിയിട്ടുണ്ട്. 3-ാമത്തെ ചുമയാകുമ്പോഴത്തേക്കും പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് എത്തും, കുട്ടിക്ക് ചുമയാണ്, കഫക്കെട്ടാണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട്. കുട്ടികളിൽ ഒരു പ്രത്യേക പ്രായത്തിൽ അലർജികൾ കൂടുതലായി കാണപ്പെടുന്നു. ഇത് അവരുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ബാധിക്കുന്നു. കുട്ടികളിലെ അലർജി വിഷമതകൾ തിരിച്ചറിയുന്നതിനും നിയന്ത്രിക്കുന്നതിനും തടയിടുന്നതിനുമുള്ള ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു ആരോഗ്യ ക്ലാസുകൾ. കോങ്ങാട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് ജസീൽ, PTA പ്രസിഡന്റ് A പ്രശാന്ത്, പ്രധാനാധ്യാപിക ശ്രീലത VP തുടങ്ങിയവർ സംസാരിച്ചു.